ഒരു പ്രഗ്നൻസിയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട സ്കാനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് 5ാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യുന്ന ഡേറ്റിംഗ് അഥവാ വയബിലിറ്റി സ്കാൻ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും 3 വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്നാമതായി പ്രഗ്നൻസി യൂട്രസിനുള്ളിൽ തന്നെ ആണല്ലോ എന്നത് നമുക്ക് ഉറപ്പുവരുത്താം. രണ്ടാമതായി ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. മൂന്നാമതായി ആ പ്രഗ്നൻസിയുടെ വളർച്ചയും ഹൃദയത്തുടിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളതും അത് വെച്ച് ഡെലിവറിക്കായിട്ടുള്ള ഒരു ഡേറ്റും നമുക്ക് കണക്കാക്കാവുന്നതാണ്. അടുത്ത പ്രാധാന്യമുള്ള സ്കാൻ എന്ന് പറയുന്നത് 11ാമത്തെയും 14ാമത്തെയും ആഴ്ചയ്ക്കിടയിൽ വരുന്ന NT സ്കാൻ എന്നുള്ളതാണ്. ഈ NT സ്കാനിൽ കൂടിയും അമ്മയുടെ 2 ബ്ലഡ് ടെസ്റ്റുകൾ കൂടിയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജനിതകമായിട്ട് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡൗൺ സിൻഡ്രോം, പട്ടാവു സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം എന്നീ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് അധികമായി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിർണ്ണയിക്കാനാവുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്കാൻ എന്ന് പറയുന്നത് 18ാമത്തെയും 22ാമത്തെ ആഴ്ചയ്ക്കും ഇടയിൽ ചെയ്യുന്ന അനോമലി സ്കാൻ അഥവാ ടാർഗറ്റ് സ്കാൻ എന്നുള്ളതാണ്. അതിൽ കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ എല്ലാം ഘടന നോർമൽ ആണല്ലോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അടുത്തതായി 28ാമത്തെ ആഴ്ചയ്ക്കും 32ാമത്തെ ആഴ്ചയ്ക്കും ഇടയിലും ചെയ്യുന്ന ഗ്രോത്ത് സ്കാനാണുള്ളത്. അതിൽ നിന്നും നമുക്ക് 3 വിവരങ്ങളാണ് അറിയേണ്ടത്. ഒന്നാമതായി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ച എത്രയുണ്ട്, തൂക്കം എത്രയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയുണ്ടെന്നുള്ളതാണ് നമുക്കറിയാനാവുന്നത്. മൂന്നാമതായി കുഞ്ഞിൻ്റെ പൊസിഷൻ എന്താണ്, അതനുസരിച്ച് പ്രസവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ ഗർഭാവസ്ഥയും വ്യത്യസ്തമായ അവസ്ഥകളാണ്. അതിനാൽ ചിലപ്പോൾ ചില പ്രഗ്നൻസികളിൽ ആവശ്യമുള്ളതനുസരിച്ച് കൂടുതൽ സ്കാനുകൾ വേണ്ടി വന്നേക്കാം. ഇനി മറ്റൊരു വിഷയമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.